ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, നമുക്കിന്ന് ഗൈഡൻസ് മെസ്സേജിൽ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഞാൻ ക്വസ്റ്റ്യൻസ് എടുക്കാം എന്ന് വിചാരിച്ചു. അതായത് ക്വസ്റ്റ്യൻസ് നിങ്ങൾ മനസ്സിൽ ക്വസ്റ്റ്യൻ ആലോചിച്ചോളൂ. ഓക്കെ, അതിൻ്റെ ആൻസർ ഞാൻ തരാൻ ശ്രമിക്കാം. ഓക്കെ, സോ ഇവിടെ 3 ക്വസ്റ്റ്യൻ ആയിട്ട് എടുക്കാം. ഓക്കെ, ചെറിയ ചെറിയ ആൻസേഴ്സ്, ഷോർട്ട് ആൻസേഴ്സ് നിങ്ങൾ കയ്യിൽ നിന്ന് നമുക്ക് നിങ്ങൾ ആലോചിക്കുന്ന സിറ്റുവേഷനെ കുറിച്ച് ഓക്കെ ചെറിയ ഗൈഡൻസ് ആയിട്ട് യൂണിവേഴ്സ്, നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവം അല്ലെങ്കിൽ ഏഞ്ചൽസ്, കാർഡ്സ് നമുക്ക് എന്താ കാണിക്കുന്നത് നോക്കാം. ഓക്കെ, നിങ്ങളുടെ മനസ്സിൽ ഒരു 3 ക്വസ്റ്റ്യൻ ഡിഫറെൻറ്റ് ആലോചിച്ചോളൂ. ഒരേ ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കേണ്ട. ഓരോ ക്വസ്റ്റ്യനായിട്ട് 3 എണ്ണം നിങ്ങൾക്ക് ചോദിക്കാം, അല്ലെങ്കിൽ ഒന്നേ ഉള്ളൂവെങ്കിൽ 1 കാണാം. ഓക്കെ, അങ്ങനെ മാത്രം. സോ ഇറ്റ്സ് അപ് ടു യു. ഞാൻ പൈൽ പോലെയൊന്നുമല്ല, ബട്ട് ഞാനിങ്ങനെ 3 തവണ കാർഡ്സിനെ ഷഫിൾ ചെയ്ത് എടുക്കാം എന്ന് മാത്രം. ഓക്കെ, സോ നിങ്ങളുടെ മനസ്സിലൊരു ക്വസ്റ്റ്യൻ കൊണ്ടുവരൂ. ആൻഡ് ഞാൻ ഈ ഇടയ്ക്കുന്ന കൂടി ഓരോ ക്വസ്റ്റ്യനും ഞാനതിൽ നിന്ന് നമുക്ക് ഗൈഡൻസ് ആയിട്ട് കൂടി എടുക്കും. ഓക്കെ, ന്യൂമറോളജി ഒറാക്കിളാണ് ഇതിൽ നമ്മുടെ. ഓക്കെ, ലെറ്റ്സ് സീ വരുന്ന മെസ്സേജ് നോക്കാം. നിങ്ങൾ മനസ്സിലൊരു ക്വസ്റ്റ്യൻ കൊണ്ടുവരൂ. ഓക്കെ, അതിനെക്കുറിച്ച് ഞാൻ നിങ്ങൾ ചോദിക്കുന്ന കാര്യത്തിന് ഒരു ആൻസർ എന്താ വരിക എന്ന് നമുക്ക് നോക്കാം. വ്യൂവേഴ്സിൻ്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ യൂണിവേഴ്സ് ഗൈഡ് മീ. ഓക്കെ, ഐ തിങ്ക് ഇവിടെ നിങ്ങളുടെ ക്വസ്റ്റ്യൻ മെയിനായിട്ട് ഇവിടെ കാണുന്നത് എനിക്ക് കുറച്ച് പേർക്ക് നിങ്ങൾ എന്തെങ്കിലും വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന പോലെയുണ്ട്. ഒന്നുമില്ലെങ്കിൽ ഒരു മെസ്സേജ് വരാൻ, അല്ലെങ്കിൽ എങ്ങോട്ടെങ്കിലും യാത്ര പോകാനുള്ള കാര്യങ്ങളായിരിക്കാം. ഓക്കെ, ആരെങ്കിലും വരാനുള്ള വെയിറ്റിംഗ് ആയിരിക്കാം. ആരെങ്കിലും വരിക, അല്ലെങ്കിൽ ഒരു മെസ്സേജ് വരിക, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ന്യൂസ് അറിയാൻ നിങ്ങൾ വെയിറ്റ് ചെയ്യുക. നിങ്ങൾ എന്തെങ്കിലും ഒരു ജോലി ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റിസൾട്ട് അറിയാൻ, നിങ്ങളൊരു എക്സാം എഴുതിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റിസൾട്ട് വട്ടെവർ. ഓക്കെ, അങ്ങനെ ഒരു വെയിറ്റിംഗ് എനർജിയാണ് എനിക്ക് കാണുന്നത്. ഇത് ആക്ച്വലി പ്ലാനിങ് കൂടിയാണ്. സോ വെയിറ്റിംഗ് ആൻഡ് പ്ലാനിങ് എന്ന് പറയാം. സോ നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടാവാം. സോ അതിൻ്റെ ഒരു പ്ലാനിങ് സ്റ്റേജിലായിരിക്കും നിങ്ങളിപ്പോൾ. ആൻഡ് ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഇത് നമ്മൾ ഷിപ്സ് അറൈവിങ് എന്ന രീതിക്കാണ് നമ്മൾ ഈ കാർഡിനെ ശരിക്കും എളുപ്പത്തിൽ പറയാറ്. എന്ന് വെച്ചാൽ നമ്മൾ എന്തെങ്കിലും ചെയ്തു, ഓക്കെ, ആ ചെയ്തതിൻ്റെ ഒരു റിസൾട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുന്ന പോലെ, അതാണ് ഞാൻ പറഞ്ഞത്. സോ എന്തെങ്കിലും ഒരു റിസൾട്ട് വരുന്ന പോലെയും കാണുന്നുണ്ട് എനിക്ക്. സോ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഇപ്പോൾ എക്സാം എഴുതിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റിസൾട്ട് നല്ല റിസൾട്ടായിട്ട് നിങ്ങൾക്ക് വരുമെന്ന് പറയാം. കാരണം ഇവിടെ സൺ കാർഡാണ്. സോ യെസ്, അത് നിങ്ങൾക്ക് സക്സസ് ആണ് കൊണ്ടുവരുന്നത്. നിങ്ങൾ എന്ത് കാര്യം ഇവിടെ ആഗ്രഹിക്കുന്നു ആ കാര്യം നടക്കും എന്ന രീതിക്കാണ്. ആൻഡ് ഇവിടെ നിങ്ങൾ ചെയ്ത കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് റിസൾട്ട് വരുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ ഇട്ട എഫേർട്ടിന് നിങ്ങൾക്ക് റിസൾട്ട് വരുന്നുണ്ട്. നിങ്ങൾ എന്തെങ്കിലും ഒരു മെസ്സേജിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ യെസ്, അത് വരുന്നുണ്ട്. ഒരു എക്സാം എഴുതിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റിസൾട്ട് നല്ല റിസൾട്ട് വരുന്നുണ്ട്. നിങ്ങളിട്ട എഫേർട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് നല്ല. എൻ്റെ ഇവിടെ സൺ എനിവേ ഉണ്ട് നമുക്ക്. ഓക്കെ, പിന്നെ ജോലി, നിങ്ങളൊരു പ്രോജക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാര്യത്തിൽ ഓക്കെ അതിലൊരു സക്സസ് നിങ്ങൾക്ക് കാണാം. ജോലി അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു പ്രോപ്പർ റിസൾട്ട്, അതായത് നിങ്ങൾക്ക് ജോലി കിട്ടുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾ എന്തെങ്കിലും വിസ ഒക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് ഓക്കെ നിങ്ങൾക്കത് കിട്ടും. പാസ്പോർട്ട് കാര്യം കുറച്ചൊരു വെയിറ്റിംഗ് സമയം ഉണ്ടാവാം, ബട്ട് യെസ് കാര്യങ്ങൾ നടക്കും എന്നാണ്. അഗൈൻ എന്താ ഞാൻ നേരത്തെ പറഞ്ഞ എന്തെങ്കിലും പഠിക്കാൻ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വരും. അതിൻ്റെ നിങ്ങൾക്കൊരു അപ്രൂവൽ കിട്ടുന്നതായിട്ടായിരിക്കാം. ഓക്കെ, വേറെ എന്തൊക്കെയാണ്? ഓക്കെ, മേ ബി അഗൈൻ ഞാൻ പറഞ്ഞ പോലെ ഒരു മെസ്സേജ് വരിക, ഒരു പേഴ്സൺ വരിക, അങ്ങനെയും ആവാം. ഓക്കെ, കുറച്ച് പേർക്ക് നിങ്ങൾ ആരെങ്കിലും വെയിറ്റ് ചെയ്തിരിക്കുന്നതായിരിക്കാം, അങ്ങനെയും പറയാം. സോ അതാണെങ്കിലും ശരി. ഓക്കെ, കൂടുതലും ഇത് നിങ്ങൾ വേറെ എവിടെയെങ്കിലും പോകാൻ ശ്രമിക്കുന്ന പോലെ, ബിക്കോസ് എനിക്കിവിടെ 6 of ഇത് വന്നു. അതുകൊണ്ടാണ് ഞാൻ എവിടെയെങ്കിലും നിങ്ങൾ പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതും നടക്കും. ആക്ച്വലി ഇവിടെയും കടൽ, സീ, നമ്മൾ ഷിപ്സ് ഒക്കെയാണ്. ഇതും അതേപോലെ തന്നെയാണ്. സോ കടൽ കടന്ന് എവിടെയെങ്കിലും പോകുന്ന, സോ മേ ബി അബ്രോഡ് നിങ്ങൾ വിസ അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ, ജോലി അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ, പ്രത്യേകിച്ചും ആ കാര്യങ്ങളാണ്. എൻ്റെ ഇവിടെ സൺ കാർഡ് ആക്ച്വലി ഇതും നമ്മൾ കുറച്ച് യാത്രയായിട്ട് കണക്ട് ചെയ്യാറുണ്ട്. സോ ഇവിടെ 3 കാർഡ്സും നമുക്ക് യാത്രയുടെ വരുന്നുണ്ട്. സോ പ്രത്യേകിച്ചും നിങ്ങൾ വിസ കാര്യങ്ങൾ അല്ലെങ്കിൽ ജോലിക്ക് അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ എന്തായാലും കിട്ടാനുള്ള സാധ്യതയാണ്. നിങ്ങളൊരു മൂവിങ് നിങ്ങൾക്ക് വരാം. ഓക്കെ, ഒരു മാറ്റം നിങ്ങൾക്ക് വരുന്ന പോലെ കാണുന്നുണ്ട്. സോ കുറച്ച് പേർക്ക് ഈവൻ ഇപ്പോൾ സപ്പോസ് റിലേഷൻഷിപ്പിൻ്റെ കാര്യമാണ് നിങ്ങളുടെ മനസ്സിലെങ്കിൽ അതിലും നിങ്ങൾ മേ ബി ഒരു പേഴ്സണെ കാണാൻ പോവുക, അല്ലെങ്കിൽ പേഴ്സൺ നിങ്ങളെ കാണാൻ വരിക, അങ്ങനെ ആയിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ മേ ബി നിങ്ങൾ യാത്ര ചെയ്ത് എവിടെയെങ്കിലും പോകുന്ന രീതിക്കായിരിക്കാം. ആൻഡ് ഇവിടെ ഒരു ഹാപ്പിനെസ് ആണ് മെയിൻ പോയിന്റ് പറയാം. ഞാൻ ആദ്യം തന്നെ പറയണമായിരുന്നു, ഹാപ്പിനെസ് ആണ്. ഓക്കെ, നിങ്ങൾ എന്താണോ വെയിറ്റ് ചെയ്യുന്നത് അതിൽ നിങ്ങൾക്ക് സന്തോഷം വരുന്നു എന്ന രീതിക്കാണ്. സോ വട്ട് എവർ യു ആർ ആസ്കിങ് അത് നിങ്ങൾക്ക് നടക്കുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത്. ഓക്കെ, കുറച്ചായിട്ട് സ്റ്റക്കായിട്ട് നിന്നിട്ടുണ്ടാവും. നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും എപ്പോഴാണ് വരിക നിങ്ങളുടെ മനസ്സിലായി ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ബട്ട് യെസ്, വരുന്നുണ്ട്. ആൻഡ് ഇതിനി അധികം സമയം എടുക്കില്ല. ഓക്കെ, ഒരുപാട് സമയമല്ല ഇത് പറയുന്നത്. ഇത് നോട്ട് ടു ലോങ് എന്ന രീതിക്കാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ നടക്കും കാര്യങ്ങൾ, ഡോണ്ട് വറി. ഓക്കെ,
ആക്ച്വലി നിങ്ങളുടെ സ്ട്രെസ്സൊക്കെ നിങ്ങൾക്ക് ഒഴിഞ്ഞ് സമാധാനം ഫീൽ ചെയ്യും എന്ന രീതിക്കാണ് മെയിനായിട്ട്. അതായത് നിങ്ങൾ ആ ഒരു കാര്യം നിങ്ങൾ അത്രയും പ്രതീക്ഷിച്ചിരുന്നിട്ട് ടെൻഷൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറേ സ്ട്രെസ്സൊക്കെ ഉണ്ടാകും, അതൊക്കെ ഒന്ന് ഒഴിഞ്ഞ് മനസ്സിലൊരു ക്ലാരിറ്റി കൂടി നിങ്ങൾക്ക് വരും. ഐ മീൻ ഒരു സമാധാനം ഫീൽ ചെയ്യും. ഓക്കെ, സോറി ഇത് കിട്ടുന്നില്ല. ഓക്കെ, യുവർ ഡ്രീംസ് നീഡ് എ പ്രാക്ടിക്കൽ പ്ലാൻ. ഓക്കെ, മേ ബി നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഓക്കെ നിങ്ങളോട് പറയുന്ന പ്ലാൻ ഉണ്ടാക്കൂ എന്നുകൂടിയാണ്. ഓക്കെ, നമ്മൾ യെസ് വരും എന്നൊക്കെ പറഞ്ഞു. ഒക്കെ സപ്പോസ് ഇപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ജസ്റ്റ് ഒരു ആഗ്രഹമാണ്, അത് ചെയ്യണോ വേണ്ടേ എന്ന രീതിക്കാണെങ്കിൽ നിങ്ങളോട് പറയുന്നതിനും പ്ലാനിങ് ചെയ്യൂ, കറക്റ്റായിട്ട് പ്ലാനിങ് വേണം എന്നാണ് പറയുന്നത്. സോ ഇറ്റ് നീഡ്സ് എ പ്രാക്ടിക്കൽ പ്ലാൻ. നിങ്ങൾ വെറുതെ ആലോചിച്ചുകൊണ്ടിരുന്നാൽ മാത്രം പോരാ, ഡ്രീം ചെയ്തുകൊണ്ടിരുന്നാൽ മാത്രം പോരാ, ആക്ഷൻ കൂടി എടുക്കൂ, പ്ലാൻ ഉണ്ടാക്കൂ, ആൻഡ് അതിൻ്റെ നെക്സ്റ്റ് സ്റ്റെപ്പ് ചെയ്യൂ എന്നാണ് പറയുന്നത്. ബി ബോൾഡ് ആൻഡ് മേക്ക് ദ ഫസ്റ്റ് മൂവ്. ഓക്കെ, അഗെയിൻ സെയിം തിങ് ആണ് വരുന്നത്. നിങ്ങളോട് പറയുന്ന അപ്ലൈ ചെയ്യൂ, മെസ്സേജ് ചെയ്യൂ, കോൺടാക്ട് ചെയ്യൂ, അല്ലെങ്കിൽ നിങ്ങൾ സംസാരിക്കാനുണ്ടെങ്കിൽ ആരോടാണെന്ന് വെച്ചാൽ ജോലിക്കാണെങ്കിൽ അപ്ലൈ ചെയ്യൂ. ഓക്കെ, നിങ്ങൾ പഠിക്കാനാണെങ്കിൽ അതിൻ്റെ അപ്ലിക്കേഷൻ എടുക്കൂ. ഓക്കെ, കാര്യങ്ങൾ വാട്ട് എവർ യു ഹാവ് ടു ഡു, ഫസ്റ്റ് സ്റ്റെപ്പ് നിങ്ങൾ ചെയ്യൂ. ബിസിനസ്സാണ്, യാത്ര പോകണം, വേറെ എന്തെങ്കിലും ചെയ്യാം, എനിത്തിങ് നിങ്ങൾ ഫസ്റ്റ് സ്റ്റെപ്പ് നിങ്ങൾ ആദ്യം എടുക്കൂ എന്നാണ് പറയുന്നത് യൂണിവേഴ്സ്. ഓക്കെ, മടിച്ച് നിൽക്കണ്ട. ലാസ്റ്റ് കാർഡ്, വൺ മോർ. ഇമോഷൻസ് ആർ റണ്ണിങ് ഹൈ. ഓക്കെ, സി ഇവിടെ ഒന്ന് ഇമോഷൻസ് കുറച്ച് ഹൈ ആയിട്ട്, അതായത് നിങ്ങൾ ടെൻഷൻ കൊണ്ടൊക്കെ ആയിരിക്കാം. ഓക്കെ, നിങ്ങൾ ഒരുപാട് സ്ട്രെസ്ഡ് ആവാനൊക്കെ ഉള്ള ഒരു സാധ്യതയാണ് കാണുന്നത്. പക്ഷെ അതിലൊക്കെ നിങ്ങൾക്കൊരു പീസ്ഫുൾ മുന്നോട്ട് വരുന്നുണ്ട്. ഓക്കെ, സമാധാനം വരുന്നുണ്ട് എന്ന് ഓൾറെഡി പറഞ്ഞു. ഇമോഷൻസിനെ പക്ഷേ ലേശം കൺട്രോൾ ചെയ്യുക. ബിക്കോസ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഇമോഷണൽ ആയി കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ശരിക്കും നടക്കില്ല. സോ ബി വെരി, നമ്മൾ കുറച്ച് ശാന്തമായിട്ടിരിക്കാൻ ശ്രമിക്കുക, നിങ്ങൾ റിലാക്സ് ചെയ്യുക. ഓക്കെ, സ്ട്രെസ് ചെയ്യേണ്ട. ആൻഡ് കുട്ടികളെ പോലെ ആക്ച്വലി ഓൾറെഡി ഹാപ്പി ആയിട്ട് നിങ്ങൾ ഫീൽ ചെയ്യുക. സോ അത് തന്നെ നിങ്ങൾക്കൊരു പോസിറ്റീവ് എനർജി കൊണ്ടുവരും. ഓക്കെ, സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ച ആൾക്കാർക്ക് ഇതാണ്. മിക്സപ്പ് ചെയ്യണോ വേണ്ടേ എന്നൊരു ചിന്തയിലാണ്. ഓക്കെ, ലെറ്റ് മീ സാല വരണി വരട്ടെ അല്ലേ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങളപ്പോഴേക്കും മനസ്സിലാലോചിച്ചോളൂ, ഞാൻ ഷഫിൾ ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ടെങ്കിൽ അത് ആലോചിച്ചോളൂ, അല്ലെങ്കിൽ വേറെ നിങ്ങൾക്കില്ലെങ്കിൽ വിട്ടേക്കൂ. സോ താങ്ക് യു. ഓക്കെ, കണ്ടിന്യൂസ് കാണണമെങ്കിൽ കണ്ടോളൂ. ഓക്കെ, ക്വസ്റ്റ്യൻ ഒന്നും ഇല്ലെങ്കിലും ജസ്റ്റ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി വല്ല ഗൈഡൻസ് കിട്ടിയാലോ അല്ലേ, വേണമെങ്കിൽ കണ്ടോളൂ. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നവർക്ക് വ്യൂവേഴ്സിന് യൂണിവേഴ്സ് എന്താണ് ഒരു ഗൈഡൻസ് കൊടുക്കുന്നത് നോക്കാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന വ്യൂവേഴ്സിൻ്റെ സെക്കൻഡ് ക്വസ്റ്റ്യന് ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യന് 9 of Swords, 6 of Wands, again Sun card. ഓക്കെ, ഞാൻ ഷഫ്ലിംഗ് തെറ്റിയോ എന്ന് വിചാരിച്ചു, ഇല്ല. ഓക്കെ, വരേണ്ട കാർഡ് തന്നെയാണ്. കിങ് ഓഫ് കപ്സ്, വീൽ ഓഫ് ഫോർച്യൂൺ. നമുക്ക് ഓക്കെ, ഐ തിങ്ക് നിങ്ങളിവിടെ വല്ലാതെ സ്ട്രെസ്ഡ് ആയിട്ട് കാണുന്നുണ്ട് എനിക്ക്. ചില കാര്യങ്ങൾ നിങ്ങൾ ഓർത്തിട്ട് ശരിക്കും പറഞ്ഞാൽ എന്താ അറിയോ, ഇത് ഓവർ തിങ്കിങ് ആണ്. ഈ 9 of Swordsൻ്റെ കാർഡ് പറയുന്നത് എപ്പോഴും നിങ്ങളുടെ സ്ട്രെസ്സ് വരുന്നത് നമ്മൾ പറയില്ലേ ഒരു ചെറിയൊരു കാര്യമായിരിക്കും. ഓക്കെ, ഒരു ചെറിയൊരു പ്രശ്നമായിരിക്കും. പക്ഷേ നിങ്ങളതിനെ ചിന്തിച്ച് ഓവർ തിങ്ക് ചെയ്ത് അതിനെ ഊതിപ്പെരുപ്പിച്ച് വലുതാക്കുന്ന രീതിയിലാണ്. ഇപ്പോൾ ചെറിയൊരു മുറിവ് വന്നു എന്ന് വിചാരിക്കാം. ഓക്കെ, ചെറിയൊരു മുറിവ് വന്നു കഴിഞ്ഞാൽ നമ്മൾ പറയില്ലേ, ആലോചിച്ചിട്ട് അയ്യോ അതിങ്ങനെ ഇതായാലോ, പഴുത്താലോ, മറ്റു വേറെ വല്ലതും പറ്റിയാലോ, ഞാൻ നെഗറ്റീവ് ഇവിടെ കൂടുതൽ പറയേണ്ടതെന്ന് വെച്ചിട്ടാണ്. മീൻസ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അങ്ങനെ നിങ്ങൾ ഊതിപ്പെരുപ്പിക്കുന്ന പോലെയാണ്. ഇപ്പോൾ ആരോടെങ്കിലും ഒരു ചെറിയൊരു വഴക്കുണ്ടായി എന്ന് വിചാരിക്കുക, ചെറിയൊരു പ്രശ്നമായിരിക്കും, വളരെ ചെറിയ കാഷ്വലായിട്ട് ഒരു ചെറിയൊരു ജസ്റ്റ് ഒന്ന് പിണങ്ങി പെട്ടെന്നൊന്ന് ചൂടായി, അത് മനസ്സിലിട്ട് ഇങ്ങനെ കുഴപ്പിച്ച് അവരെന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു, അവരെന്തിനങ്ങനെ ചെയ്തു, അവരെന്തായിരുന്നു ഉദ്ദേശം, മനസ്സിലായോ? സോ അഗെയിൻ ഇത് പറയുന്ന ഈ കാർഡ് എപ്പോഴും അതാണ് പറയാറ്. എന്നിട്ട് അനാവശ്യമായ സ്ട്രെസ് എടുക്കുക, അനാവശ്യമായ ഓവർ തിങ്കിങ്ങിലേക്ക് പോവുക എന്ന രീതിയിലാണ്. സോ ഇവിടെ നിങ്ങളോട് പറയുന്നത് ആ ഓവർ തിങ്കിങ് നിർത്തുക ഫസ്റ്റ് ഓഫ് ഓൾ. ഓക്കെ, ഞാനിവിടെ ആ ഓവർ തിങ്കിങ്ങിന് എനിവേ നിങ്ങൾക്ക് സക്സസ് വരുന്നു എന്നാണ് പറയുന്നത്. ഇതൊക്കെ വെറുതെയാണ്. ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ ചുമ്മാ ആലോചിച്ച് കൂട്ടിയിട്ട് ഇല്ലാത്ത കഥകൾ നമ്മൾ ഉണ്ടാക്കുകയാണ്. നമ്മുടെ മനസ്സ് അങ്ങനെയാണ്. നമ്മൾ എന്തെങ്കിലും ഒന്ന് കിട്ടിയാൽ മതി അല്ലേ, നമ്മൾ അതിനെ ആലോചിച്ച് ചിന്തിച്ച് ഇങ്ങനെ എവിടേക്കൊക്കെയോ കാടി കയറിപ്പോവും. സോ യൂണിവേഴ്സ് പറയുന്നത് വിട്ടേക്കൂ. ഓക്കെ, ഡോണ്ട് തിങ്ക് നെഗറ്റീവ് എന്നാണ് പറയുന്നത്. ഓക്കെ, കാരണം നെഗറ്റീവ് തിങ്കിങ് കൂടിയാണ്. കാരണം ഇങ്ങനെ ചിന്തിച്ച് കൂട്ടുമ്പോൾ നമ്മൾ കൂടുതൽ നെഗറ്റീവിലേക്കേ പോകുള്ളൂ. പോസിറ്റീവ് ചിന്തകൾ നമ്മൾ കൂടുതൽ നേരം നിൽക്കില്ല. നെഗറ്റീവ് ചിന്തകൾ
ആണുങ്ങളാണെങ്കിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും, അങ്ങനെയാണ്. സോ ഇതൊക്കെ കൺട്രോൾ ചെയ്യാൻ പഠിക്കാം. ഓക്കെ, ഇതെല്ലാവർക്കും അഡ്വൈസ് ആയിട്ടാണ് ഞാൻ പറയുന്നത്, കേൾക്കുന്നവർക്കൊക്കെ. ആൻഡ് ഇവിടെ 6 of Wands ആൻഡ് സണ്ണാണ് പറയുന്നത്. സോ യെസ്, നിങ്ങൾക്ക് വിക്ടറി വരാൻ പോകുന്നുണ്ട്, സക്സസ് വരാൻ പോകുന്നുണ്ട്. 2 കാർഡും സക്സസിനെ കുറിച്ചാണ് പറയുന്നത്, സന്തോഷങ്ങളെ കുറിച്ചാണ് പറയുന്നത്. ഓക്കെ, നിങ്ങൾക്ക് എന്ത് കാര്യത്തിലെടുത്താലും ശരി, നിങ്ങൾ ഏത് കാര്യം എടുത്താലും, ഇപ്പോൾ നിങ്ങൾ ക്വസ്റ്റ്യൻ നിങ്ങൾ മനസ്സിൽ എന്തെങ്കിലും നിങ്ങൾ ജയിക്കുമോ, നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടുമോ, നിങ്ങൾക്ക് യുനോ വട്ട് എവർ, ഐ തിങ്ക് ഫസ്റ്റ് പൈൽ സെക്കൻഡ്, ഇത് എല്ലാ ക്വസ്റ്റ്യൻസും സെയിം ആണെന്ന് എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് ഒക്കെ. അല്ലെങ്കിൽ ഈവൻ ഇതൊരു മാരേജിൻ്റെ കാര്യമായിരിക്കാം കുറച്ച് പേർക്ക്. ഓക്കെ, മാരേജ് ആക്കാൻ നമ്മുടെ കിങ് ഓഫ് കപ്സ് കണ്ടുകൊണ്ട് ഞാൻ പറഞ്ഞത് മാത്രം. മാരേജിൻ്റെ കാര്യമായിരിക്കാം, അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പിൻ്റെ കാര്യമായിരിക്കാം. ഓക്കെ, ഒരു ജോലിയുടെ കാര്യത്തിൽ, നിങ്ങൾ എന്തെങ്കിലും പ്രൊജക്റ്റ് ചെയ്ത കാര്യത്തിൽ, അല്ലെങ്കിൽ ഐ തിങ്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ ഓൾമോസ്റ്റ് സിമിലർ ആണ് വരുന്നത്. എന്ത് ക്വസ്റ്റ്യൻ ആയാലും ശരി, ഓക്കെ, നിങ്ങൾക്കിവിടെ ഒരു സക്സസ് അല്ലെങ്കിൽ ഒരു വിക്ടറി, ഒരു സന്തോഷം എന്ന രീതിക്ക് തന്നെയാണ്. ഓക്കെ, മേ ബി നിങ്ങൾക്ക് നിങ്ങൾ എന്തെങ്കിലും ചെയ്താൽ ജയിക്കില്ല എന്ന് തോന്നലായിരിക്കാം, നിങ്ങൾ ചെയ്താൽ സക്സസ് വരില്ല എന്ന് തോന്നലായിരിക്കാം. ബട്ട് ഇല്ല, വരും. ഓക്കെ, ഡോണ്ട് വറി. നിങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുക, നിങ്ങൾ എഫേർട്ട് ഇട്ടുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. ഇവിടെ കിങ് ഓഫ് കപ്സ് കാണുന്നുണ്ട്. നിങ്ങൾ വളരെയധികം ഇമോഷണൽ പേഴ്സൺ ആയിരിക്കും ചിലപ്പോൾ, അതും ആവാം. ഓക്കെ, പക്ഷേ നിങ്ങളോട് പറയുന്ന കുറച്ചുകൂടി പ്രാക്ടിക്കലായിട്ട് കൂടി ചിന്തിക്കാൻ തുടങ്ങുക എന്ന രീതിക്കായിരിക്കാം. വീൽ ഓഫ് ഫോർച്യൂൺ ഉണ്ട് ഇവിടെ. സോ യെസ്, സമയം നിങ്ങളുടെ ഭാഗത്തേക്ക് വരും എന്നാണ്, ലക്ക് നിങ്ങളുടെ ഭാഗത്ത് വരും. ടെൻഷൻ വേണ്ട. ഈ ടെൻഷനൊക്കെ നിങ്ങൾക്ക് ഒരു മാറ്റം നിങ്ങൾക്ക് കാണും തീർച്ചയായിട്ടും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ഇത് ഞാൻ ആലോചിച്ച് കൂട്ടിയൊക്കെ വെറുതെ ആണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, സോ ഇവിടെ വിക്ടറി കാണുന്നുണ്ട്, സക്സസ് കാണുന്നുണ്ട്. കുറച്ച് പേർക്ക് റെക്കഗ്നീഷനാണ്. നിങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് മറ്റുള്ളവരുടെ മുമ്പിൽ നിങ്ങൾ മാനിക്കപ്പെടുന്ന രീതിക്കാണ് കാണുന്നത്. ഒരുപാട് പേര് നിങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്യും. അതായത് നിങ്ങളിങ്ങനെ ചെയ്തതിന് എല്ലാവരും അത് തിരിച്ചറിയും, നിങ്ങളുടെ കഴിവുകളെ തിരിച്ചറിയും എന്ന് പറയാം. ഓക്കെ, ആൻഡ് ഇവിടെ സൺ കാർഡ് അഗൈൻ പോസിറ്റീവ് കാർഡാണ്. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും യാത്രകൾ പോകുന്ന കാര്യം കൂടി ഉണ്ട് ഇവിടെ. അഗൈൻ ഇതിലും ഒരു യാത്ര വരുന്നുണ്ട്. സോ എല്ലാവർക്കും ആവണമെന്നില്ല കേട്ടോ. നിങ്ങൾ ആരെങ്കിലും അങ്ങനെ ആലോചിക്കുന്നുണ്ടെങ്കിൽ യാത്രയുടെ കാര്യങ്ങൾ ഇവിടെ കാണുന്നുണ്ട്. 2 കുതിരയുടെ മേലെ യാത്രയാണ് കാണുന്നുണ്ടോ. കുട്ടിയുണ്ട്, ഇതിൽ വലിയ ആളുമുണ്ട്. സോ യെസ്, നിങ്ങളുടെ ഒരു ആഗ്രഹം, മേ ബി നിങ്ങൾ ചെറുപ്പം തൊട്ടുള്ള നിങ്ങളുടെ എന്തെങ്കിലും ഒരു ആഗ്രഹത്തിൻ്റെ ആയിരിക്കാം ഒരു ഒരു സഫലമാവുന്നത് കാണുന്നത്. എനിക്ക് മേ ബി അങ്ങനെയാവാം. ഓക്കെ, നിങ്ങളോട് പറയുന്നത് പോസിറ്റീവ് ചിന്ത വയ്ക്കുക ഫസ്റ്റ് ഓഫ് ഓൾ. ഓക്കെ, ഇത് നെഗറ്റീവാണ്, ഇത് വളരെ പോസിറ്റീവായിട്ടുള്ള കാർഡാണ്. സോ സൺ പോലെ, അല്ലെങ്കിൽ നമ്മൾ കുട്ടികളെ പോലെ നിങ്ങൾ ആദ്യം തന്നെ മനസ്സിൽ നിന്ന് ഒരു സന്തോഷം ഫീൽ ചെയ്യുക. നിങ്ങൾ അത് വന്നാലും ഇല്ലെങ്കിലും ശരി. ഓക്കെ, നമ്മൾ നെഗറ്റീവ് ചിന്തിക്കുന്നതിന് പകരം നിങ്ങൾ പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ തുടങ്ങുക. ഓൾറെഡി എനിക്ക് യെസ് അച്ചീവ് ചെയ്യാൻ പറ്റും എന്ന രീതിക്ക് നിങ്ങളുടെ ഉള്ളിൽ കോൺഫിഡൻസ് ബിൽഡ് ചെയ്യേണ്ട ഒരു ടൈമാണ്. ആക്ച്വലി ഇവിടെ നിങ്ങൾ കോൺഫിഡൻ്റ് ആവും എന്നുകൂടിയാണ് കാണുന്നത്. ബട്ട് അതിന് ഈ ഒരു നെഗറ്റീവ് തിങ്കിങ് മാറ്റണം. നിങ്ങൾ ലേശം എന്തും നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കും എന്നുള്ളൊരു ആൻസറാണ് ഇവിടെ വരുന്നത്. ഒരു സ്പെസിഫിക് സിറ്റുവേഷനായിട്ട് എനിക്കിവിടെ പറയാൻ പറ്റുന്നില്ല. കാരണം എന്ത് കാര്യത്തിലായാലും ഒരു സക്സസ് എന്നേ ഇവിടെ എനിക്ക് പറയാനുള്ളൂ. ഇത് വിക്ടറി കാർഡാണ്. വേറെ എന്തെങ്കിലും പ്രത്യേകിച്ച് എടുത്തു പറയാനിപ്പോൾ എന്താണ്, നിങ്ങൾക്ക് മറ്റുള്ളവരെ മുമ്പിൽ നിങ്ങളുടെ കഴിവ് മാനിക്കപ്പെടുന്നതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഫീൽ ചെയ്യുന്ന അതാണ്. അപ്പം നിങ്ങൾക്ക് അതിൻ്റെ ഒരു സന്തോഷം വരും. ഓക്കെ, സോ മേ ബി എല്ലാവരും നിങ്ങളെ എപ്പോഴും കുറ്റപ്പെടുത്തി കാണാം, താഴ്ത്തി പറഞ്ഞ് കാണാം. സോ അവരുടെയൊക്കെ മുമ്പിൽ നിങ്ങൾക്ക് ജയിക്കാനുള്ളൊരു അവസരം അങ്ങനെയായിരിക്കാം. ഓക്കെ, ഇറ്റ്സ് ടൈം ടു ടേക്ക് ആക്ഷൻ. ഓക്കെ, മറ്റേതിലും ഐ തിങ്ക് ഒരു ആക്ഷൻ്റെ കാര്യമാണ് വന്നത്. ഓക്കെ, നിങ്ങളോട് പറയുന്നത് ചിന്തിച്ചിരുന്ന് നിങ്ങൾ സ്ട്രെസ് അടിച്ചിട്ട് കാര്യമില്ല, ആക്ഷൻ എടുക്കൂ എന്നാണ് പറയുന്നത്. ഓക്കെ, ചെയ്യാനുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യൂ. അതിൻ്റെ റിസൾട്ട് എന്താവും എന്നൊന്നും നിങ്ങൾ ചിന്തിക്കേണ്ട, ആക്ഷൻ എടുക്കാൻ തുടങ്ങൂ എന്നാണ്. യു ആർ വെരി ക്ലോസ് ടു അച്ചീവ് സക്സസ്, അച്ചീവ്മെൻറ്റ്, വിക്ടറി. ഓക്കെ, യെസ്, നിങ്ങളുടെ ഗോൾസ്, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നടക്കും. നിങ്ങൾ അതിൻ്റെ വളരെ അടുത്തെത്തിക്കഴിഞ്ഞു എന്നാണ് പറയുന്നത്. ഓക്കെ, one last card. Believe in the impossible. ഓക്കെ, സൺ കാർഡും അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. പോസിറ്റീവ് ആലോചിക്കുക. ഓക്കെ, ഞാൻ പറഞ്ഞില്ലേ, നടന്നാലും ഇല്ലെങ്കിലും ശരി, നിങ്ങൾ ഓൾറെഡി അത് ബിലീവ് ചെയ്യാൻ തുടങ്ങും. ദാറ്റ് യെസ്, എനിക്ക് നടക്കും, എനിക്ക് ചെയ്യാൻ പറ്റും, എനിക്ക് സാധിക്കും, എനിക്ക് കിട്ടും എന്നൊക്കെ നിങ്ങൾ ആ പോസിറ്റീവ് ചിന്ത നിങ്ങളുടെ ഉള്ളിൽ വെക്കാൻ തുടങ്ങുക. ഓക്കെ, ബിലീവ് ഇൻ ദി ഇമ്പോസിബിൾ. നിങ്ങൾക്ക് നടക്കില്ല എന്ന് തോന്നിയ കാര്യം പോലും നടക്കും. ഓക്കെ, ഉറപ്പാണ് അത്. പക്ഷേ നിങ്ങളുടെ വിശ്വാസം പോലെ ഇരിക്കും, അതാണ് പറയുന്നത്. ഓക്കെ, സോ ഇവിടെ ഇവിടെ ബാക്കിൽ പേഴ്സണൽ ഇഷ്യൂ റീച്ചസ് റെസൊല്യൂഷൻ എന്ന് കണ്ടു. സോ നിങ്ങൾ എന്തെങ്കിലും കാര്യത്തിൽ നിങ്ങൾക്ക് പേഴ്സണലി എന്തെങ്കിലും
ഓക്കെ, ഡോണ്ട് ലെറ്റ് പ്രൈഡ് ഗെറ്റ് ഇൻ ദ വേ എന്ന് പറയുന്നുണ്ട്. ഇതെവിടെയോ ആക്ച്വലി ഓക്കെ ഇനി വേവിട്ടേക്കാം. ഇവിടെ പേഴ്സണൽ ഇഷ്യൂ റീച്ചസ് റെസൊല്യൂഷൻ എന്ന് പറയുന്നുണ്ട്. ഇവിടെ മേ ബി നിങ്ങളുടെ എന്തെങ്കിലും പേഴ്സണൽ കാര്യങ്ങൾ, അതായത് റിലേഷൻഷിപ്പിൻ്റെ കാര്യമായിരിക്കാം, അതിലെന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് സോൾവ് ആവും എന്നുകൂടിയാണ്. പക്ഷേ നിങ്ങളുടെ ഈ സ്ട്രെസ്സൊക്കെ വെറുതെയാണ്. ഓക്കെ, അതായത് നിങ്ങൾ ചിന്തിച്ച് കൂട്ടി അത് ഓവർ സീരിയസ് ആവുകയാണ്. അതിനെ വിട്ട് കളഞ്ഞേക്കൂ. ഓക്കെ, നിങ്ങൾക്ക് എന്ത് തന്നെ ആയാലും അതിലൊരു സൊല്യൂഷൻ വരും എന്നാണ് കാണുന്നത്. ഓക്കെ, സോ സെക്കൻഡ് ക്വസ്റ്റ്യൻ ചോദിച്ച ആൾക്കാർക്ക് അതാണ്. ലെറ്റ് മീ ടേക്ക് ഇനി തേർഡ് ക്വസ്റ്റ്യൻ. നിങ്ങൾ ആലോചിച്ചോളൂ. മൂന്നാമത്തെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ, അല്ല ഒന്നുമില്ലെങ്കിൽ ജസ്റ്റ് ചുമ്മാ ഗൈഡൻസിന് നമുക്ക് നോക്കാം അല്ലേ. ഹെൽത്തിൻ്റെയൊക്കെ കാര്യമാണെങ്കിലും നേരത്തെ സെക്കൻഡ് ക്വസ്റ്റ്യൻ ചോദിച്ച ആൾക്കാർക്ക്, സോറി നിങ്ങൾ കാണുന്നുണ്ടോ എന്നറിയില്ല, ഹെൽത്ത് വല്ലത് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അതും ശരിയാവുന്ന രീതിക്കാണ് കേട്ടോ. ഓക്കെ, ഞാനത് പറയാൻ വിട്ടുപോയി. എനിക്ക് മനസ്സിൽ തോന്നിയൊരു കാര്യം. ഓക്കെ, എനിവേ തേർഡ് ക്വസ്റ്റ്യൻ നിങ്ങൾ മനസ്സിലാലോചിച്ചോളൂ. തേർഡ് ക്വസ്റ്റ്യൻ, കിങ് ഓഫ് സോർഡ്സ്, മൂൺ ആൻഡ് ഫോർ ഓഫ് സോർഡ്സ്. ഓക്കെ, ഇത് ലേശം കൺഫ്യൂസിങ് ആണല്ലോ. ഇത് നിങ്ങളുടെ ഒരു പാർട്ട്ണർഷിപ്പിൻ്റെ കാര്യമാണ് എനിക്ക് കാണുന്നത്. ഓക്കെ, റിലേഷൻഷിപ്പ് ആവാം. ഓക്കെ, ജോലി അങ്ങനത്തെ കാര്യത്തിലുള്ള പാർട്ട്ണർഷിപ്പ് ആയിരിക്കാം. നിങ്ങളുടെ പാരൻ്റ് ആയിരിക്കാം, നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സ് ആരെങ്കിലും ആവാം, അല്ലെങ്കിൽ കൊളീഗ്, ബോസ്, അങ്ങനത്തെ ആൾക്കാരായിരിക്കാം. ഓക്കെ, അങ്ങനെ ആരോടെങ്കിലും ഇവിടെ കമ്മ്യൂണിക്കേഷൻ ഒരു ഇവിടെ ലേശം നിങ്ങളൊന്ന് അപ്സെറ്റായിട്ട് എനിക്ക് കാണുന്നുണ്ട്. ബട്ട് ഐ ജസ്റ്റ് വോണ്ട് ടു ചെക്ക്. ഞാനത് എടുക്കുന്നില്ല, ബട്ട് ഓൾറെഡി കണ്ടു കഴിഞ്ഞു. നമ്മൾ 2 കപ്സ് എനർജിയൊക്കെ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. സോ അതുകൊണ്ടാണ് ഞാൻ ആരെങ്കിലും അറിയുന്ന വ്യക്തികളുമായിട്ടുള്ള പ്രശ്നം എന്നെനിക്ക് ഫീൽ ചെയ്താൽ, ലെറ്റ്സ് സീ ഇത് എന്തിനെക്കുറിച്ചാണ് പറയുന്നത് എന്നുകൂടി. വർക്ക് പ്ലേസിൻ്റെ കാര്യമായിരിക്കാം ഇത് മെയിൻലി. ഓക്കെ, ജോലി സ്ഥലത്തെ ആരെങ്കിലുമായിട്ട്, ബോസ് അങ്ങനത്തെ ആരെങ്കിലുമായിട്ട് എന്തെങ്കിലും ഇഷ്യൂസ് ആയിരിക്കാം. അല്ലെങ്കിൽ നിങ്ങളെ കൺട്രോൾ ചെയ്യുന്ന തരത്തിൽ ഏതെങ്കിലും വ്യക്തികൾ നിങ്ങളുടെ ജീവിതത്തിൽ, അതാരും ആവാം. അഗൈൻ ഞാൻ പറഞ്ഞ പോലെ പാരൻസ്, അല്ലെങ്കിൽ ബ്രദർ സിസ്റ്റർ ആവാം, അല്ലെങ്കിൽ അതായത് നിങ്ങളുടെ മേലെ എപ്പോഴും ഒരു കൺട്രോൾ വെക്കുന്ന തരത്തിൽ ചിലവർ ബിഹേവ് ചെയ്യുന്നുണ്ടാവും. സോ അങ്ങനത്തെ ആരെങ്കിലും. എൻ്റെ ഇവിടെ മൂൺ കാണുന്നുണ്ട്, 4 ഓഫ് സോർട്സ് കാണുന്നുണ്ട്. ഐ തിങ്ക് നിങ്ങൾക്ക് ഒരുപാട് അതിൻ്റെ ഇമോഷണലി നിങ്ങൾ അഫക്റ്റ് ആവുന്നുണ്ട് ആ വ്യക്തിയുടെ പെരുമാറ്റം കാരണം. ഓക്കെ, ആ വ്യക്തി പറയുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ ആ വ്യക്തി എന്തെങ്കിലും ഒരു നിങ്ങളെ വല്ലാതെ കൺട്രോൾ ചെയ്യാനൊക്കെ ശ്രമിക്കുക. ഐ തിങ്ക് അത് നിങ്ങളെ വല്ലാതെ വേദനിപ്പിക്കുന്ന തരത്തിലാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. നിങ്ങൾക്ക് ശരിക്കും ഇവിടെ ഹെൽത്ത് വരെ ബാധിക്കാനുള്ള കാര്യമാണ്. മേ ബി നിങ്ങളിവിടെ ഒരു അസുഖം ഫീൽ ചെയ്യുക, അല്ലെങ്കിൽ ജസ്റ്റ് ഡൗൺ ആയിട്ട് ഫീൽ ചെയ്യുക, വല്ലാതെ ഡിപ്രസ്ഡ് ആയിട്ട് ഫീൽ ചെയ്യുക. ഓക്കെ, ആ രീതിക്ക് ഒരു എനർജിയാണ് എനിക്ക് കിട്ടുന്നത്. അപ്പോൾ ഇവിടെ എനിക്ക് പക്ഷേ അതിൻ്റെ ഫൈനൽ ഇതായിട്ട് എനിക്ക് തോന്നുന്നത് കാണുന്നത് 3 ഓഫ് പെൻറ്റിക്കിൾസ്, 8 ഓഫ് പെൻറ്റിക്കിൾസ് ആണ്. സോ ഇത് നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യാൻ പറ്റും സിറ്റുവേഷൻസ്. ഓക്കെ, ബെറ്റർ ആവും സിറ്റുവേഷൻ എന്ന രീതിക്കാണ്. ഇപ്പോൾ ആരെങ്കിലുമായിട്ട് വഴക്കോ പ്രശ്നങ്ങളോ, ആരെങ്കിലും നിങ്ങളെ കൺട്രോൾ ചെയ്യുക അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ, മേ ബി ആക്ച്വലി നിങ്ങളോട് ആരുടെയെങ്കിലും കൗൺസിലിംഗ് എടുക്കാൻ പറയുന്ന പോലെയുണ്ട്. ബിക്കോസ് ഇതെനിക്ക് വല്ലാത്ത ഡിപ്രഷൻ കാർഡ് പോലെയാണ് നമ്മൾ എടുക്കാറ്. എൻ്റെ ഇവിടെ ആരെങ്കിലും നിങ്ങളെ അങ്ങനെ കൺട്രോളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് അഡ്വൈസ് ഇവിടെ പറയുന്നത് നിങ്ങൾ ആരോടെങ്കിലും ഒരു കൗൺസിലിംഗ് അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യൂ എന്ന രീതിക്കായിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ ആ പേഴ്സണുമായിട്ട് നിങ്ങൾക്ക് സംസാരിച്ച് കാര്യങ്ങൾ സോൾവ് ചെയ്യാൻ പറ്റും എന്ന രീതി കൂടിയാണ്. ഓക്കെ, ഇവിടെ അല്ലെങ്കിൽ നിങ്ങൾക്ക് സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ആരുടെങ്കിലും ഹെൽപ്പ് എടുക്കാം. ഓക്കെ, ആരോടെങ്കിലും സംസാരിക്കുക, കൗൺസിലിംഗോ അങ്ങനത്തെ കാര്യങ്ങൾ പോയിട്ട് അവരോട് സംസാരിച്ച് നിങ്ങൾക്കൊന്ന് ബെറ്റർ ആക്കാൻ ശ്രമിക്കാം. ആൻഡ് ഇവിടെ സിറ്റുവേഷൻ ബെറ്റർ ആവും എന്ന രീതിക്കാണ് എനിക്ക്. യെസ്, ഓക്കെ. സോ ആരോടോ വഴക്കോ പ്രശ്നമോ കാര്യങ്ങളോ ഉണ്ടായിട്ടുണ്ട് നിങ്ങൾക്ക്. അതിപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഈവൻ ബോസും ആവാം. ഓക്കെ, ബോസ് നിങ്ങളെ ഒരുപാട് ഭരിക്കുന്ന തരത്തിലുള്ള ആൾക്കാരായിരിക്കാം. വീട്ടിലായാലും ശരി, ഫാമിലിയിലായാലും ശരി, ആരെങ്കിലും അങ്ങനെ നിങ്ങൾ ഒരുപാട് ഓവർ കൺട്രോളിങ് ഒക്കെ ആയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളെ വല്ലാതെ നെഗറ്റീവായിട്ട് ബാധിക്കുന്നുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ അതിൽ നിന്ന് നിങ്ങൾ പുറത്ത് വരാൻ ശ്രമിക്കാം. ഓക്കെ, അതിന് പുറത്ത് വരാൻ ഓക്കെ, അതിൽ നിന്ന് മീൻസ് ഇവരുമായിട്ട് ഒത്തുപോകണം എന്ന് മാത്രമല്ല, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിനെ നിങ്ങൾ മാറ്റിയെടുക്കാൻ ശ്രമിക്കുക. ഓക്കെ, നിങ്ങൾ ആരുടെയെങ്കിലും കൗൺസിലിംഗ് ഒക്കെ എടുത്ത് നിങ്ങളെ തന്നെ ഒന്ന് മാറ്റിയെടുക്കുക. ഐ തിങ്ക് മേ ബി അവരുമായിട്ട് ബെറ്റർ ആവും എന്നും എനിക്ക് തോന്നുന്നുണ്ട്.
നിങ്ങളോട് പറയുന്നത് നിങ്ങൾ സ്റ്റാർട്ട് വർക്കിംഗ് ഓൺ യുവർ സെൽഫ്. ഓക്കെ, നിങ്ങളുടെ മേലെ തന്നെ നിങ്ങൾ വർക്ക് ചെയ്യാൻ തുടങ്ങും എന്ന രീതിക്കാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഇതെവിടെ ഒരു കർമ്മമാണ്, കാർമിക് ഫേസ് എന്ന രീതിക്ക് എനിക്ക് തോന്നുന്നുണ്ട്. ഒരു കാർമിക് പേഴ്സൺ നിങ്ങളുടെ ലൈഫിലായിരിക്കാം. ആ വ്യക്തി നിങ്ങളെ ഒരു ലെസൺ പഠിപ്പിക്കുകയായിരിക്കും. ഓക്കെ, അതായത് നിങ്ങൾ ശരിക്കും ഇവിടെ നിങ്ങളുടെ ഷാഡോ സൈഡ് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഹിഡൻ വൂൺസ് എന്നൊക്കെ പറയും, ഇന്നർ വൂൺസ് എന്നൊക്കെ പറയും, അതിനെ ട്രിഗർ ചെയ്യുന്നുണ്ടാവാം ഈ വ്യക്തി. ഓക്കെ, അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ശരിക്കും എവിടെയോ ഹീലിംഗ് നിങ്ങളുടെ ഉള്ളിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. സ്റ്റാർട്ട് വർക്കിംഗ് ഓൺ യുവർ സെൽഫ് എന്ന രീതിക്കാണ്. അല്ലാതെ ഇത് നമ്മൾ മേ ബി പരസ്പരം നിങ്ങൾ ബന്ധം ശരിയാക്കാൻ പറ്റും എന്ന രീതിക്കും ആയിരിക്കാം, അല്ലെങ്കിൽ ഇത് സ്റ്റാർട്ട് വർക്കിംഗ് ഓൺ യുവർ സെൽഫ് എന്ന രീതിക്ക് എനിക്ക് ഫീൽ ചെയ്യുന്നു. എനിക്കത് എവിടെ ഒരു കാർമിക് ഒരു സിറ്റുവേഷൻ എനിക്ക് തോന്നുന്നുണ്ട്. സോ നിങ്ങൾ ഇതെന്താണെന്നറിയില്ല, കുറച്ചൊരു കൺഫ്യൂഷനായി എനിക്ക്. സെയിം കാർഡ്, കാർഡ്സൊക്കെ കുറേ മറക്കേണ്ടി വരും. ഐ തിങ്ക് ഇവിടെ നിങ്ങൾ ആ പേഴ്സണിൽ നിന്ന് ചിലപ്പോൾ മൂവ് ഓൺ ചെയ്യാൻ ശ്രമിക്കും എന്ന രീതിക്കാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, നിങ്ങളെ കൺട്രോൾ ചെയ്യുന്ന കാര്യത്തിൽ നിന്ന് അല്ലെങ്കിൽ നിങ്ങളെ ഇങ്ങനെ വേദനിപ്പിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾ മാറിപ്പോകാനുള്ള സാധ്യതയാണ്. ബിക്കോസ് ഇവിടെ ബേർഡൻ ആയിട്ട് എനിക്കത് കാണുന്നുണ്ട്. നിങ്ങൾ ആ പേഴ്സണിൻ്റെ അടുത്ത് നിന്ന് ഒരുപാട് ബേർഡൻ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഐ തിങ്ക് ഇനി നിങ്ങൾ അതിൽ നിന്ന് മാറിപ്പോവാനുള്ള ഒരു തരത്തിലാണ് എനിക്ക് ഒരു അഡ്വൈസ് വരുന്നത്. ഓക്കെ, ഇവിടെ എൻഡിങ് എന്ന രീതി കാണുന്നുണ്ട്, മൂവിങ് ഓൺ എന്ന രീതിക്ക് ഇവിടെ എനിക്ക് എനർജി ഉണ്ട്. യെസ്, ഇത് നിങ്ങളെ ഒരുപാട് വിഷമിപ്പിക്കുന്നുണ്ട്, വേദനിപ്പിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ക്ലാഷസ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സോ അവിടെ ആ സിറ്റുവേഷൻ നിങ്ങൾക്ക് അത്ര നല്ലതല്ല. ഈ ജോലി സ്ഥലത്തായാലും ശരി, ഫാമിലിയിലായാലും ശരി, ഫ്രണ്ട്സ് ആയാലും റിലേഷൻഷിപ്പ് ആയാലും. ഓക്കെ, ഇവിടെ നിങ്ങളോട് പറയുന്നത് ആക്ച്വലി മൂവ് ഓൺ എന്ന രീതിക്കാണ്. ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ സ്റ്റാർട്ട് ഹീലിംഗ് യുവർ സെൽഫ്. ഓക്കെ, നിങ്ങളെ തന്നെ ഹീൽ ചെയ്യാൻ തുടങ്ങൂ എന്നാണ് കാണുന്നത്. ഓക്കെ, സോ ഒരു എൻഡിങ് വരാനുള്ള സാധ്യതയാണ് ഇവിടെ. നിങ്ങൾക്ക് എന്തോ കട്ട് ഓഫ് ചെയ്യാനുണ്ട്. ഓക്കെ, ഇത് മേ ബി നിങ്ങളുടെ എനർജി ആയിട്ട് എടുക്കൂ. നിങ്ങൾ ചിലതിൽ നിന്ന് കട്ട് ഓഫ് ചെയ്യാനുണ്ട്, നിങ്ങൾ ചിലതിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാനുണ്ട്. ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ നിന്ന് ചില കാര്യങ്ങൾ നിങ്ങൾ വെട്ടി മാറ്റാനുണ്ട് എന്നാണ്. ഓക്കെ, നിങ്ങൾക്കുള്ള അഡ്വൈസ്. സറണ്ടർ ടു ദ ഡിവൈൻ. ഓക്കെ, ആൻഡ് ഷോ ദ വേൾഡ് ദ റിയൽ യു. യെസ്, അവിടെ നേരത്തെ ഒരു വേൾഡ് കാർഡ് ഉണ്ടായിരുന്നു അല്ലേ, നമുക്ക് ലക്ക് ഇസ് ഓൺ യുവർ സൈഡ്. യെസ്, കർമ്മ ആക്ച്വലി വീൽ ഓഫ് ഫോർച്യൂണും വന്നു. എൻഡ് ഓഫ് എ ടഫ് സൈക്കിൾ അപ്രോച്ചസ്. വെരി ഗുഡ്. ഓക്കെ, യെസ്, ഒരു എൻഡിങ് വരുന്നുണ്ട് ഇവിടെ. ഓക്കെ, 10 of Wands ഉണ്ടായിരുന്നു. സോ ഒരു എൻഡിങ് വരാൻ പോകുന്നുണ്ട്. കാരണം നിങ്ങൾക്ക് ഇതിനി താങ്ങാൻ പറ്റില്ല. ഓക്കെ, ഈ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് താങ്ങാൻ പറ്റാത്ത അവസ്ഥയിലെത്തിയിട്ടുണ്ട്. അത് നിങ്ങൾ വിട്ട് കളഞ്ഞേ പറ്റൂ. ഇനി എനിക്ക് അതിൽ നിങ്ങൾ വിട്ട് മാറേണ്ടി വരും. നിങ്ങൾ സ്വന്തം കാര്യം നോക്കി മാറുക, അല്ലെങ്കിൽ ചിലപ്പോൾ ബിസിനസ്സിൻ്റെ കാര്യങ്ങളായിരിക്കാം. ഓക്കെ, ചിലപ്പോൾ ഫാമിലിയിലെ കാര്യങ്ങളായിരിക്കാം, ചിലപ്പോൾ ജോലി സ്ഥലത്തെ ആയിരിക്കാം, അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്സും ആവാം, എന്തും ആവാം. ഓക്കെ, അതിൽ നിന്ന് നിങ്ങൾ ഐ തിങ്ക് ഇനി നിങ്ങളുടെ സ്വന്തം കാര്യം നോക്കി ഒന്ന് മൂവ് ഓൺ ചെയ്യേണ്ട സമയമായി എന്നാണ് തോന്നുന്നത്. കാരണം ഇവിടെ ഈ സിറ്റുവേഷൻ ഇനി നിങ്ങൾക്ക് താങ്ങാൻ പറ്റുന്നതിലും മേലെ ആയിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ആ ബേർഡൻ ഇനി അത് ക്യാരി ചെയ്യാൻ പറ്റുന്ന രീതിക്ക് എനിക്ക് തോന്നുന്നില്ല. ഓക്കെ, സോ ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് ലക്ക് നിങ്ങളുടെ ഭാഗത്തുണ്ട് ആൻഡ് സറണ്ടർ ടു ദ ഡിവൈൻ എന്ന് പറയുന്നുണ്ട്. നിങ്ങളോട് പറയുന്ന ഡിവൈനിന് വിട്ടുകൊടുക്കാനേ. ഓക്കെ, നിങ്ങൾ ആരെയും തിരുത്താൻ പോയിട്ട് കാര്യമില്ല, ആരോടും പറഞ്ഞ് മനസ്സിലാക്കാൻ പോയിട്ട് കാര്യമില്ല, അല്ലെങ്കിൽ ശരിയാക്കാൻ അങ്ങനെയൊന്നും ഇനി ശ്രമിച്ചിട്ട് കാര്യമില്ല. നിങ്ങൾ നിങ്ങളുടെ മേലെ വർക്ക് ചെയ്യുക, അതിന് ബാക്കി കാര്യങ്ങൾ ഡിവൈൻ നോക്കിക്കോട്ടെ എന്ന് വിട്ടുകൊടുത്തേക്കൂ. ഓക്കെ, നിങ്ങളെ വേദനിപ്പിച്ചവർ അല്ലെങ്കിൽ നിങ്ങളെ വേദനിപ്പിച്ച സ്ഥലങ്ങളിൽ വ്യക്തികൾ ആരായാലും ശരി, ഓക്കെ, അത് യൂണിവേഴ്സിന് സറണ്ടർ ചെയ്യാം. ആൻഡ് ഇവിടെ ഷോ ദ വേൾഡ് ദ റിയൽ യു. യെസ്, നിങ്ങൾ ഇനി ആരുടെയും കൺട്രോളിൽ അങ്ങനെ നിന്നിട്ട് കാര്യമില്ല. ഓക്കെ, മേ ബി നിങ്ങൾ സ്വന്തമായിട്ട് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാനായിരിക്കാം. യെസ്, അങ്ങനെയും പറയുന്നുണ്ട്. സോ മേ ബി നിങ്ങൾ ഇതുവരെ ഒരു വലിയ ബോസ്, നിങ്ങളെ മാനിക്കാത്തൊരു പേഴ്സൻ്റെ കീഴിലൊക്കെ ആയിരുന്നെങ്കിൽ ഓക്കെ, ഇനി നിങ്ങൾ സ്വന്തമായിട്ട് മേ ബി നിങ്ങളുടെ കാര്യം നോക്കി മൂവ് ഓൺ ചെയ്യൂ എന്ന രീതിക്കായിരിക്കാം. ഓക്കെ, അല്ല നിങ്ങൾ സ്വയം ഒന്ന് മാറി നിങ്ങളുടെ കാര്യങ്ങൾ നോക്കൂ എന്നാണ്. ലക്ക് ഇസ് ഓൺ യുവർ സൈഡ് എന്ന് പറയുന്നുണ്ട്. സോ യെസ്, ഭാഗ്യം നിങ്ങളുടെ കൂടെ ഉണ്ട്. ഫെയ്റ്റ് നിങ്ങളുടെ ഭാഗത്ത് നിൽക്കും, നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, ആൻഡ് ഇവിടെ ഷോ ദ വേൾഡ് ദ റിയൽ യു. യെസ്, നിങ്ങൾ ഇനി നിങ്ങളെ തന്നെ അടക്കി ഇങ്ങനെ വെക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അതായത് നിങ്ങളുടെ ഉള്ളിൽ ചിലപ്പോൾ നിങ്ങൾ മേ ബി നിങ്ങളുടെ ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടങ്ങൾ ഒക്കെ നിങ്ങൾ മാറ്റി വെച്ചിട്ടൊക്കെ നിൽക്കുന്നുണ്ടാവും. ബട്ട് അത് ഇനി ചെയ്യാതിരിക്കുക എന്നാണ്. ഓക്കെ, നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ തന്നെ സ്റ്റാൻഡ് എടുക്കാൻ തുടങ്ങും, കുറച്ചുകൂടി ബോൾഡ് ആവാൻ തുടങ്ങും. ഓക്കെ, ആൻഡ് ഇവിടെ 2 Wands ഉണ്ടായിരുന്നു. സോ യെസ്, സ്റ്റാർട്ട് പ്ലാനിങ്. ഓക്കെ, നിങ്ങളുടെ ലൈഫ് നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള പ്ലാൻസ് നിങ്ങൾ തന്നെ ചെയ്യൂ എന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഓക്കെ, 10 of Wands ഉണ്ടായിരുന്നു. യെസ്, ഇനി ഇത് നിങ്ങൾ എവിടെയാണോ ഇപ്പോൾ സ്റ്റക്കായി നിൽക്കുന്നത് അതിൽ നിന്ന് നിങ്ങളൊന്ന് മൂവ് ഓൺ ചെയ്യാൻ ശ്രമിക്കൂ. കാരണം അത് നിങ്ങൾക്കിനി ആ ബേർഡൻ ഇനി താങ്ങാൻ നിങ്ങൾക്ക് സാധിക്കില്ല. എനിവേ, എനിക്ക് ഐ തിങ്ക് നിങ്ങൾ തന്നെ ഓട്ടോമാറ്റിക്കലി ചെയ്യും. ഐ തിങ്ക് ആ സ്റ്റെപ്പ് ചിലപ്പോൾ നിങ്ങളുടെ ക്വസ്റ്റൻ അതായിരിക്കാം, അതായത് ഞാനത് വിട്ട് കളയണോ വിട്ട് മാറണോ എന്ന രീതിക്കായിരിക്കാം. ഐ തിങ്ക് ഇവിടെ യെസ്, നിങ്ങളൊരു മൂവിങ് ഓൺ എന്ന രീതിക്കാണ് എനിക്ക് കിട്ടുന്നത്, എന്ത് തന്നെ സിറ്റുവേഷൻ ആയാലും. ഓക്കെ, ബട്ട് നിങ്ങൾക്ക് അതിലും ബെറ്റർ എന്തോ വരാനുണ്ട്. സോ നിങ്ങൾ ഫ്യൂച്ചറിനെ കുറിച്ച് ഇനി ചിന്തിച്ചു തുടങ്ങും, പോസിറ്റീവായിട്ട് പ്ലാൻ ചെയ്ത് തുടങ്ങും. ഓക്കെ, സോ എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.